ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒപ്പം മാർപ്പാപ്പമാരെയും മേജർ ആർച്ച് ബിഷപ്പുമാരെയും മെത്രാന്മാരെയും നിയമിക്കുമ്പോൾ നോക്കേണ്ട പ്രായപരിധിയെക്കുറിച്ച് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ഇടുക്കി രൂപത മെത്രാൻ സ്നേഹബഹുമാനപ്പെട്ട മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ഇടുക്കിയുടെ മെത്രാനായി നിയമിതനാകുന്നത് അദ്ദേഹത്തിൻ്റെ 45-ാമത്തെ വയസ്സിലാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്നത് അദ്ദേഹത്തിൻ്റെ 68-ാമത്തെ വയസ്സിലാണ്. ഇന്നലെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയായി നിയമിതനാകുന്നത് അദ്ദേഹത്തിൻ്റെ 77-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇടുക്കി രൂപതയുടെ ബിഷപ്പായി നിയമിതനായ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ആഗോള കത്തോലിക്ക സഭയ്ക്കൊരു മാതൃകയാണ്. ആ നിയമനം എന്തുകൊണ്ടാണ്? 45-ാമത്തെ വയസ്സിൽ ഒരു വൈദികൻ ഒരു ബിഷപ്പായി നിയമിതനാകുമ്പോൾ ഒരു ആരോഗ്യമുള്ള നീണ്ട ഒരു കാലഘട്ടമാണ് ലഭിക്കുന്നത് പ്രവർത്തിക്കുവാൻ. 40 വയസ്സ് വരെ തൻ്റെ പഠനകാലവും തൻ്റെ ജീവിതാനുഭവങ്ങളും എല്ലാം വച്ചിട്ട് പിന്നീട് അവയെല്ലാം പ്രാവർത്തികമാക്കുവാൻ ഒരു പ്രവർത്തന കാലഘട്ടമാണ് ലഭിക്കുക. അപ്പോൾ 60-ഉം 70-ഉം വയസ്സുകളിലൊക്കെ ഓരോ സ്ഥാനം ലഭിച്ചു കഴിയുമ്പോൾ ആ ആരോഗ്യത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ പരിമിതികളുണ്ട് എന്ന കാര്യം നാം ചിന്തിക്കണം. ഈ ഇടുക്കി രൂപതയുടെ പിതാവായ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നിയമിതനായതുപോലെ പോപ്പിനെയും ആർച്ച് ബിഷപ്പുമാരെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ നിയമിക്കുവാൻ ആഗോള കത്തോലിക്ക സഭ പരിശ്രമിക്കണമെന്ന് ഒരു എളിയൻ എന്ന നിലയിൽ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.